വന്യജീവി ആക്രമണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും തുടർക്കഥയാകുന്നതിന് കാരണം ശരിയായ പ്രകൃതി സംരക്ഷണത്തിന്റെ അഭാവമാണെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ബി മനുപ്രസാദ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് പരിസ്ഥിതി ദിനത്തിൽ നടപ്പാക്കുന്ന വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളാണ് എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണം നടത്തുന്നതെന്നും കഴിഞ്ഞ 12 വർഷം കൊണ്ട് വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചതിന്റെ ആഘോഷ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റി കാര്യാലയമായ അരവിന്ദത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ വികസനം, വികസിത ഭാരതം എന്ന് പറയുന്ന സ്വപ്നം, ഇതൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിൻ്റെ എല്ലാം നെടുന്തൂണായി മാറേണ്ടത് പ്രകൃതിയാണ് എന്ന് വ്യക്തമായ ബോധ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാന ആശയത്തിലൂടെ തന്നെ കടന്നുപോയാൽ ദീനദയാൽ മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാ ആശയങ്ങളിലും പ്രകൃതിയും മനുഷ്യനും ഇണചേർന്ന് പോവുക എന്ന് മാത്രമല്ല ഒരുപോലെ പോവുക എന്നുള്ള വലിയ ദർശനത്തെ മുൻനിർത്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിരിക്കുന്നത്. ആ ദർശനത്തിന് ഭരണപരമായ സാധ്യത നൽകുന്ന തരത്തിലാണ് നരേന്ദ്രമോദിജി ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിനു ശേഷം മുന്നോട്ട് പോകുന്ന എല്ലാ പരിസ്ഥിതി ദിനവും എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദിജി ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ മേഖലകളിലും നൽകിയിട്ടുള്ള സംഭാവനകളിൽ എടുത്തു പരിശോധിച്ചാൽ അതിൽ ഒരുപോലെ മുൻതൂക്കം നൽകുന്നതാണ് പ്രകൃതിക്കും പരിസ്ഥിതിക്കും നൽകിയിട്ടുള്ള സംഭാവനകൾ. നമ്മുടെ ഈ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിസ്ഥിതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിയാൽ മാത്രമാണ് മനുഷ്യൻ്റെ എല്ലാ വികസനവും ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളായാലും മറ്റു പ്രശ്നങ്ങളായാലും എല്ലാം മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരിസ്ഥിതിയെ ശരിയായ വണ്ണം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിൽ അതിനൊരു ഭരണ നേതൃത്വം കൊടുക്കുന്നവരുടെ കാഴ്ചപ്പാടില്ലായ്മ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ്. അപ്പോൾ പരിസ്ഥിതിയുടെ ശരിയായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നതെന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും മലയോര മേഖലയിലുമൊക്കെ നോക്കിയാൽ നമുക്കത് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്തുണ്ടായ വലിയ മഹാപ്രളയത്തെ മുന്നോട്ട് വെച്ച നേരിട്ടൊരു മേഖലയാണ് നമ്മുടെ ഇടുക്കി മേഖല. പരിസ്ഥിതിയുടെ മനുഷ്യൻ പരിസ്ഥിതിയെ ശരിയായ വണ്ണം പരിസ്ഥിതിയോട് ചേർന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നതിൻ്റെ, ചെയ്യുന്നതെല്ലാം ദ്രോഹമായി മാറുന്നതിൻ്റെയൊക്കെ ഫലമായി ഈ നാടും പലപ്പോഴായി പല ദുരിതങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, നേരിട്ടതാണ്. ഇതിനെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് ഒരു ദിനമായി മാറാതെ ഒരു കാഴ്ചപ്പാടോടുകൂടി അതിനോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ ശ്രീമാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ള ഈ വലിയ ആശയത്തിന്, ഈ പ്രവർത്തനത്തിന് ഭാരതത്തിലെമ്പാടും ഈ പ്രവർത്തനം ഏകോപിപ്പിച്ച് പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇടുക്കി ജില്ലയിലും ഈ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഇതിന് തുടക്കമാകുന്നത്. വിവിധ തരത്തിലുള്ള പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തുറന്നുണ്ടായിക്കൊണ്ടേയിരിക്കുകയുമാണ്. അതുകൊണ്ട് ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വർഗമല, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗൌതം കൃഷ്ണ, വിഷ്ണു പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കാലാച്ചിറ, ബി.ജെ.പി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിനു അനാമിക, വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ C.S. ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബിബിൻ കത്തേടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡെസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന. എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, പഠനോപകരണങ്ങൾ, നോട്ട്ബുക്കുകൾ, ടിഫിൻ ബോക്സുകൾ, കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ്, പ്രിന്റിംഗ് പേപ്പറുകൾ, പ്രസ് മെറ്റീരിയൽസ്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന.